വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ളതിൽ നമ്മളൊരു അമ്മയുടെ സ്നേഹം പഠിച്ചു അല്ലേ. അതിനകത്ത് നിന്നും വേറൊരു പോം വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നമ്മളൊരു ഫ്രണ്ട് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു, നമ്മളെ കെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോമാണ്. ഓക്കെ, എ ഫ്രണ്ട്, ഒരു കൂട്ടുകാരൻ അല്ലേ. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവൻ യു? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. ഇല്ലേ എന്നാണ് ചോദ്യം. ഹാവിൻ യു എന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇല്ലേ. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? എന്ത് ക്വാളിറ്റീസാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ അവരുടെ ലവിങ്, അവരുടെ കെയറിങ്, അവരോട് നമുക്ക് എന്ത് ചെയ്യും? വി ക്യാൻ ഷെയർ ഓൾ അവർ സീക്രറ്റ്സ് വിത്ത് ദം. നമുക്ക് നമ്മുടെ സീക്രറ്റ്സ് ഒക്കെ അവരുമായിട്ട് പറയാം. വി ക്യാൻ ഷെയർ അവർ ഡ്രീംസ് വിത്ത് ദം. നമുക്ക് നമ്മുടെ എല്ലാം ഡ്രീംസ്, അതായത് ആഗ്രഹങ്ങളെല്ലാം അവരുടെ അടുത്ത് പറയാമല്ലേ. അങ്ങനെ നൗ റീഡ് ദ പോം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഒരു ട്രൂ ആയിട്ടുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ നമുക്ക് പോം എന്താന്ന് നോക്കാം. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. എന്താ പറയുന്നത്? എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നയാളാണ്. യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നിങ്ങൾക്ക് ഗ്രീഫ്, എന്ത് ദുഃഖം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഏത് സമയത്തും നമ്മുടെ കൂടെ നിന്ന് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റാൻഡ് ചെയ്യാൻ. അതായത് ഡോണ്ട് വറി, സാരമില്ല കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം, അതല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ലൈൻ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. എന്താണ്? അവരെങ്ങനെയാണ് വരുന്നത്? നമ്മളിപ്പോൾ ഇന്നയാൾ എൻ്റെ ഫ്രണ്ട് ആവണം, ഇന്നയാൾ എൻ്റെ ഫ്രണ്ട് ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണോ? അല്ല, ചോയ്സിൽ അറിയാണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അടുത്തേക്ക് അവർ വരും. ബട്ട് സ്റ്റേറ്റ്സ് ബൈ ചോയ്സ്. നമുക്ക് വേണ്ടിയിട്ട് എന്താണ്? ചോയ്സായിട്ട്, അതായത് നമുക്ക് വേണ്ടിയിട്ട് അവരെപ്പോഴും അവിടെ സ്റ്റേ ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല അല്ലേ. നമ്മളെ മനസ്സിലാക്കുന്നവർ മാത്രമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ഹി കംസ് ബൈ ചാൻസ്. ചാൻസ് എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ചിലർ നമ്മുടെ കൂടെ നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ കൂടെ ഉണ്ടായിരിക്കും. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയ്സ്. നിങ്ങളെ അവരെപ്പോഴും അനുമോദിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അനുമോദിച്ചു കൊണ്ടേയിരിക്കും. ഹി ഈസ് ക്വിക്ക് ടു വോയ്സ്. എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവന് ശ്രമിക്കും. അതായത് നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. നിനക്ക് അങ്ങനെ കഴിയുമല്ലോ, അടിപൊളി, നിനക്കത് ചെയ്യാൻ പറ്റും, സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയുമ്പോൾ നമ്മളൊരാൾ കെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ സ്കൂളിൽ പോകാനൊരു അവനില്ലെങ്കിൽ, ഇപ്പോൾ അവനോ അവളോ നമ്മുടെ ഫ്രണ്ട് ആരാണോ അവരില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ നമുക്കൊരു ബോറായിരിക്കും അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു സംസാരം, അല്ലെങ്കിൽ അവർ നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളെ കെയർ ചെയ്യുന്നത്, നമ്മളോട് അവർ സ്നേഹം കാണിക്കുന്നത്, ഇതൊക്കെ നമുക്ക് എന്താണ്? മിസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് റൈമിങ് വേർഡ്സ് ആയിട്ട് വരുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഷെയർ, കെയർ. ഓക്കെ, ഇവിടെ വരുന്നത് ഷെയർ ആൻഡ് കെയർ, ഇവിടെ ചോയ്സ്, വോയിസ്. ഓക്കെ, ഷെയർ, കെയർ റൈമിങ് വേർഡ്സ് ആണ്. ചോയ്സ്, വോയിസ് എന്ന് പറയുന്നതും റൈമിങ് വേർഡ്സ് ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ലൈൻ. നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. എന്താ പറയുന്നത്? നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. നോ ഗ്രീവിയസ് ഫാൾട്ട്. ഗ്രീവിയസ് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ്, നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും അവരുടെ അടുത്തൊരു തെറ്റ് ചെയ്തു. ഓർ പാസിംഗ് വിം, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, എനിക്കത് ഇഷ്ടമല്ല, എന്നെ അത് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും, ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ ഒരു എനിമി, ശത്രു ആവുകയില്ല, ആവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നമ്മൾ
ചില സമയത്ത് ദേഷ്യപ്പെടും, നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തു. ചിലപ്പോൾ ചില സമയത്ത് ചിലർക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടും. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും അവർക്ക് നമ്മോട് സ്നേഹമുണ്ട് ഇല്ലേ? അവർ നമ്മളെ എപ്പോഴും മനസ്സുകൊണ്ടും അവരുടെ ഹൃദയം കൊണ്ടും എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ നമ്മളോട് പറയുന്നത്, തിരുത്തുന്നത്, അതല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുന്നത് അല്ലേ? അതേപോലെ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ശാസിച്ചുകൊണ്ട് നമ്മളോട് അത് എന്ത് ചെയ്യും, അത് കുഴപ്പമില്ല, സാരില്ല എന്ന് പറഞ്ഞിട്ട് അവർ മറക്കും അല്ലേ? അതുപോലെ എന്നിട്ട് വീണ്ടും നമ്മൾ അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫ്രണ്ട് എന്ന് പറയുന്നതും. നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഫസ്റ്റ് 2 ദിവസമൊക്കെ ഒരു ദേഷ്യം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് മാറി മാറി വീണ്ടും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറും. സോ നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. ഒരിക്കലും അവരെ ശത്രുക്കളാക്കാൻ കഴിയുകയില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ. നീഡ് നിങ്ങളുടെ ആവശ്യം, ഗ്രേറ്റ് ഓർ സ്മോൾ വലുതോ ചെറുതോ എന്തുമാവട്ടെ, നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്, അത് വലുതോ ചെറുതോ എന്തുമാവട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അവനെ, നമ്മുടെ ആ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കും. സ്ട്രെങ്ത്ത് നമുക്കൊരു ഒരു ബലമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ത്രൂ ഔട്ട് ഇറ്റ് ഓൾ, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ഇതിനകത്ത് സെക്കൻഡ് 2 ലൈൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 1 പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ വരുന്ന റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് വിം, ഹിം ആൻഡ് സ്മോൾ, ഓൾ. ഓക്കെ, ഇത് ആണ് കേട്ടോ. നൗ ആൻഡ് നെക്സ്റ്റ് 2 ലൈൻസ്. No matter where your path may turn, your welfare is his chief concern. എന്ന് പറഞ്ഞാൽ എന്താ? നോ മാറ്റർ, ഒരു വിഷയമല്ല, എന്ത്, where your path may turn. ഇപ്പം നിങ്ങൾ 4th വരെ പഠിച്ചത് ഒരു സ്കൂളിലായിരിക്കും, 5th മറ്റൊരു സ്കൂളിലേക്ക് വരികയാണ് അല്ലേ? അപ്പോൾ നമ്മൾ 4th വരെ പഠിച്ചൊരു ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും? ചിലപ്പോൾ വേറെ സ്കൂളിലേക്ക് മാറിപ്പോകും. ഇനി വരുന്ന ദിവസങ്ങളിലും നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞാൽ വലിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ പല രീതിയിൽ പല വഴിയിലോട്ട് മാറും അല്ലേ? ഒരാൾക്ക് ടീച്ചറാവണം, ഒരാൾക്ക് പിന്നെ ഡോക്ടറാവണം, ഒരാൾക്ക് എൻജിനീയർ ആവണം, ഒരാൾക്ക് പൈലറ്റ് ആവണം, അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഒരാൾക്ക് ബിസിനസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല റൂട്ടിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാലും യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. അവൻ്റെ ഒരു ചീഫ് കൺസേൺ, അവന് ഏറ്റവും ആദ്യം എന്താണ് വിചാരിക്കുന്നുണ്ടായിരിക്കുക? യുവർ വെൽഫെയർ, നിങ്ങളുടെ ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിജയം, നിങ്ങൾക്ക് നല്ലത് വരണം, വെൽഫെയർ, നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് എപ്പോഴും അവൻ്റെ ഒരു ചീഫ് കൺസേൺ അല്ലെങ്കിൽ അവളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി. നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ, നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ഡ്രീം സൂൺ ടു സീ. അതായത് ഹി പ്രേസ്, അവന് പ്രാർത്ഥിക്കും, യുവർ ഡ്രീം സൂൺ ടു സീ, നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി, നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് അവന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ടാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ്, ഇത്രയും നല്ല ഒരു ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനകത്ത് വരുന്ന റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ടേൺ, കൺസേൺ ആൻഡ് ബി, സി. ഓക്കെ, ഇതാണ് ഇതിനകത്ത് വരുന്ന റൈമിംഗ് വേർഡ്സ്. ഓക്കെ, നൗ ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ. നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ആ ആഗ്രഹം, ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ, നിങ്ങളുടെ ആ ഒരു നാവിൽ നിന്നും അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളുടെ എക്സ്പ്രഷനിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ചില സംസാരങ്ങളിൽ നിന്നൊക്കെ എന്താണ്, അതിനോടൊരു ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആർക്ക്? നമ്മുടെ ഫ്രണ്ടിന്. ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ, അത് അവനെ എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ അത്രയും അറിയുന്ന ഫ്രണ്ട്സിന് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിഷ്, ആഗ്രഹം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ നാവിൽ നിന്നും ടങ് ക്യാൻ ടെൽ, നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവർക്കത് അറിയുന്നുണ്ടായിരിക്കും. ദ ലൈഫ് ഓഫ് ഹിം, അവരുടെ ഒരു ലൈഫ്, അവൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഹൂ ഹാസ് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്, ഈസ് ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ്, നമുക്ക് എപ്പോഴും ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ തരും. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ഒരു മനസ്സ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും അല്ലേ? നമുക്കൊരു കോൺഫിഡൻസ് തരും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഇല്ലാത്തവർ
എത്രയും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു അസെറ്റാണ്. അപ്പോൾ അവർ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡബിൾ ഗാർഡഡ്, നമുക്കൊരു ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ അവർ നമുക്ക് നൽകും എന്നാണ് ഈ ഒരു പോമിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോമിനകത്ത് പറയുന്നത്. സോ നമുക്ക് പോയറ്റിനെ കുറിച്ച് നോക്കാം. അബൌട്ട് ദി പോയറ്റ് എഡ്ഗർ ആൽബർട്ട് ക്വസ്റ്റ്. ഇതാണ് നമ്മുടെ ഈ ഒരു പോം എഴുതിയിട്ടുള്ള ആൾ കേട്ടോ. അദ്ദേഹം ജനിച്ച വർഷം, മരണപ്പെട്ട വർഷമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിനാണ് ജനിച്ചിട്ടുള്ളത്. ഹിസ് ഫസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. ആലോചിച്ച് നോക്കിക്കേ, 17th വയസ്സാകുമ്പോഴാണ് ആദ്യത്തെ പോം എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോയംസ്. 11,000 പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇപ്പം പറഞ്ഞെടുത്ത് വരുന്ന കുറച്ച് വേർഡ്സാണ്. അതിൻ്റെ മീനിങ്സ് നമുക്ക് ജസ്റ്റ് മലയാളത്തിലൊന്ന് നോക്കാം. കൺസേൺ എന്ന് പറഞ്ഞാൽ കെയർ, വറി ഓർ ഇൻട്രസ്റ്റ്. അതായത് കെയർ, നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുക. വറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവരുടെ മേലിൽ അവർക്ക് എന്താകും എന്നുള്ളൊരു വറി. ഓർ ഇൻട്രസ്റ്റ് ഇൻ സംവൺസ് വെൽബീയിങ്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയും കെയറും വറിയിങ്ങും ഒരു ഇഷ്ടവും ഒക്കെ കൊടുക്കുക. അതാണ് കൺസേൺ ചെയ്യുക. അവരെ നമ്മൾ കൺസേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. എനിമി എന്ന് പറഞ്ഞാൽ ആരാണ്? ശത്രു അല്ലേ. എ പേഴ്സൺ ഹൂ ഈസ് ആക്റ്റീവ്ലി ഒപ്പോസ് ചെയ്യുന്ന, എതിരായിട്ട് നിൽക്കുന്ന ആളിനെയാണ്, എതിരാളിയെയാണ് എനിമി എന്ന് പറയുന്നത്. ഗ്രീവസ് എന്ന് പറഞ്ഞാൽ വെരി സീരിയസ്, ഗുരുതരമായിട്ടുള്ള, വെരി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. ഗുവാഡ് എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. ട്രിയംഫ് എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റ് വിക്ടറി ഓർ സക്സസ്, വളരെ വലിയൊരു വിജയം അല്ലെങ്കിൽ സക്സസ്, അതന്നെയാണ് പറയുന്നത് കേട്ടോ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ദ ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് സേഫ്റ്റി ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്. അതായത് ആരോഗ്യം, സന്തോഷം, സംരക്ഷണം, ഇത്തരത്തിലുള്ള ഒരാളുടെ ഒരു കാര്യത്തിനെയാണ് വെൽഫെയർ എന്ന് പറയുന്നത്. വിം എന്ന് പറഞ്ഞാൽ സഡൻ ഡിസയർ, പെട്ടെന്നുള്ളൊരു ഇഷ്ടം. ഓക്കെ, ഇഷ്ടാനിഷ്ടങ്ങളിൽ ഇഷ്ടം. ഓക്കെ, നൗ ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം വിത്ത് ദീസ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോമിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ളത് ഇവിടെ പറയാം. അതാണ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? നിങ്ങൾ ആ ഫ്രണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം മൈ ഫ്രണ്ട് ഈഷ്, പേര്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് അവിടെ കൊടുക്കാം. ഷീ ഓർ ഹി. ഓക്കെ, ഹി ഓർ ഷീ, ആരായാലും, അവനായാലും അവളായാലും. ഹിസ് വെരി സപ്പോർട്ടീവ് ഫോർ മീ, എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സോ ദാറ്റ്സ് വൈ ഹി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അപ്പോൾ അങ്ങനെ പറയാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമ്മളുടെ ഏത് കാര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കുന്ന ആളാണ്, അതൊക്കെ മാറ്റി പറയാം. ഓക്കെ, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദി പോം? ഈ ഒരു പോമിൽ നിന്ന് നിങ്ങൾ ഒരു ഗുഡ് ഫ്രണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എ ഗുഡ് ഫ്രണ്ട് വിൽ സ്റ്റാൻഡ് ഫോർ അസ്. ഓക്കെ, ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നിലനിൽക്കും. വി ക്യാൻ ഷെയർ എവ്രിതിങ്, അവരുമായിട്ട് എന്തും ഷെയർ ചെയ്യാം. ഹി വിൽ കെയർ അസ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കും, കെയർ ചെയ്യും. ഓൾവേസ് ലിസൺ ടു അസ്, നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കേൾക്കാൻ തയ്യാറാകും. ഓൾവേസ് കീപ്സ് അവർ സീക്രറ്റ്സ്, നമ്മുടെ സീക്രറ്റ്സ് എപ്പോഴും അവരുടെ മനസ്സിൽ വയ്ക്കും. ഹി വിൽ ഹെൽപ്പ് അസ്, നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഏത് വഴിക്ക് പോവുകയാണെങ്കിലും നമ്മളെപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കും, അതൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് എഴുതി നൽകാം. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് സെക്യൂർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെ ഒരു സംരക്ഷണത്തിലാക്കുന്നത് എന്താണ്? ബിക്കോസ് ദേ ഓൾവേസ് സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് അസ്, എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഏത് സിറ്റുവേഷനിലും, ഇനി ഏത് ദൂരത്താണെങ്കിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സെക്യൂർ ആക്കും. ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടായിരിക്കും അല്ലേ. ഫോർത്ത് വൺ, ഹൗ ഡസ് ദ പോം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? നമ്മളൊരു ഗുഡ് ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് എൻകറേജ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദ പോം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട് ബൈ ലവിങ്, കെയറിങ്, സപ്പോർട്ടിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ലവിങ്ങിലൂടെയും കെയറിങ്, സപ്പോർട്ടിങ്, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്ന ഇത്തരത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെങ്ങനെ എൻകറേജ് ചെയ്യാണ്, ഇങ്ങനെയൊക്കെയാണ് ഒരു ഫ്രണ്ട് യഥാർത്ഥത്തിൽ ആവേണ്ടത്. അല്ലാതെ എപ്പോഴും വഴക്കടിച്ചിട്ടും അവരോട് തെറ്റി നിന്നിട്ടും അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നുണ്ട്. എന്താണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഈ ഒരു വേർഡ് വെബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? ഒരു ഗുഡ് ഫ്രണ്ടിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ്. ഷെയറിങ് എന്നിവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? കെയറിങ് അല്ലേ. പിന്നെ ഹെൽപ്പിംഗ്,
കെയറിങ് ആയിരിക്കണം, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കണം, സപ്പോർട്ടീവ്. പിന്നെയോ ഹോണസ്റ്റി എന്ന് പറയാം. ഓക്കെ, പിന്നെ റെസ്പെക്റ്റ്ഫുൾ ആവണം, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. നമുക്കെപ്പോഴും ഒന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റൊക്കെ ചെയ്താൽ ഒന്ന് ഫോർഗീവ് ചെയ്യണം. അല്ലാതെ അവന് ഭയങ്കരമായ തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന ആൾ നമ്മൾ നല്ലൊരു ഗുഡ് ഫ്രണ്ടാണോ? അല്ല. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നൗ നെക്സ്റ്റ് വൺ, റീഡ് ദ പോം. ഇതിനകത്ത് എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെയർ ആൻഡ് ഷെയർ. ഞാൻ പോയം റീഡ് ചെയ്ത സമയത്തേ പറയുന്നുണ്ടായിരുന്നു എന്താണ്, എൻ വിത്ത് ദ സെയിം സൗണ്ട്സ് വെച്ചാണ് ഇത് എൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ദേ ആർ കോൾഡ് റൈമിങ് വേർഡ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിനകത്ത് തന്നെ മാർക്ക് ചെയ്തും കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിനും ഇതേപോലെ വരും. ഈ പോമൊന്നല്ല വരിക, പക്ഷേ സെയിം സൗണ്ട്സ് വരുന്നത് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതേണ്ടി വരും. ഫൈൻഡ് ഔട്ട് മോർ റൈമിങ് വേർഡ്സ് ഫ്രം ദി പോം. ഈ പോമിൽ നിന്നും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ചോയ്സ് വോയിസ്, വിം ഹിം, സ്മോൾ ഓൾ, ടേൺ കൺസേൺ, ബി സി, ടെൽ വെൽ, ഫ്രണ്ട്, എൻഡ്. ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. നൗ നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 3. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലേ? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇഷ്ടവും ഇഷ്ടമില്ലാത്തതും നിങ്ങൾക്കറിയാം. ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ഹെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിനക്ക് എന്തൊക്കെയാണെടാ ഇഷ്ടം, നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത്, അതല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ ശരിക്കും യഥാർത്ഥത്തിൽ അവരുടെ ഇഷ്ടമില്ലാത്തത് നമ്മൾ അറിയണം എന്നാണ് അല്ലേ. കുറേ കാര്യങ്ങൾ നമുക്കറിയാം, അവനത് ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ എഴുതണം ഇവിടെ. ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. ടോമിക്ക് എന്താണ്, ഫുട്ബോളാണ് ഇഷ്ടം, ക്രിക്കറ്റ് ഇഷ്ടമല്ല. അതുപോലെ ചില ഫുഡ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചില കളേഴ്സ് അല്ലേ, കളേഴ്സ് ഈ കളറാണ് ഇഷ്ടം, മറ്റേ കളർ ഒട്ടും ഇഷ്ടമല്ല. ചില ഫുഡിൽ ഇത് നല്ല ഇഷ്ടമാണ്, മറ്റേത് ഒട്ടും ഇഷ്ടമല്ല. ചില വെജിറ്റബിളിൽ ഇത് ഇഷ്ടമാണ്, അത് ഇഷ്ടമല്ല. ഫ്രൂട്ട്സ്, അങ്ങനെ ഓരോന്നും നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് അറിയുന്നത് ഇവിടെ ടോമി ലൈക്സ്. ആ ഫ്രണ്ടിൻ്റെ പേര് അവിടെ എഴുതുക, എന്നിട്ട് ലൈക്സും ഡസൻ ലൈക്സും എഴുതി കൊടുക്കാം. ഫോർ എക്സാമ്പിളായിട്ട് മാം ഇവിടെ കുറച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ അരുൺ എന്ന് പറയുന്നൊരു കുട്ടിയുടെ പേരാണ് കൊടുക്കുന്നത്. അരുൺ എന്നോ ഗേൾസിൻ്റെ നെയിംസോ ബോയ്സിൻ്റെ നെയിംസോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് അവിടെ കൊടുക്കാം. ഓക്കെ, അരുൺ ലൈക്സ് റീഡിങ് ബുക്സ്. അരുണ് ബുക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് വാച്ചിങ് ടി വി വാച്ച് ചെയ്യാൻ അവന് ഇഷ്ടമല്ല. അത് നേരെ തിരിച്ചും എഴുതി കൊടുക്കാം. ഇനി ടി വി വാച്ച് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ബുക്സ് റീഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, അതേപോലെ അരുൺ ലൈക്സ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, ഹി ഡസൻ ലൈക്ക് വാച്ചിങ് മൊബൈൽ ഫോൺ. അരുണ് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം, മൊബൈൽ ഫോൺ വാച്ച് ചെയ്യാൻ ഇഷ്ടമല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, അരുൺ ലൈക്സ് മ്യൂസിക്, ഹി ഡസൻ ലൈക്ക് റൈറ്റിംഗ്. അരുണിന് മ്യൂസിക് ഇഷ്ടമാണ്, പക്ഷേ എഴുതുന്നത് ഇഷ്ടമല്ല. അരുൺ ലൈക്ക് ട്രൈയിങ് ന്യൂ ഫുഡ്. ഓക്കെ, നമ്മുടെ ന്യൂ ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാൻ നമ്മുടെ അരുണിന് ഇഷ്ടമാണ്, പക്ഷേ ഹി ഡസൻ ലൈക്ക് സ്പൈസി ഫുഡ്. പക്ഷേ അവന് സ്പൈസി ആയിട്ടുള്ള നല്ല എരിവുള്ള ഫുഡ് ഇഷ്ടമല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, അരുൺ ലൈക്സ് വർക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നേരത്തെ എണീക്കാൻ അരുൺ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹി ഡസൻ ലൈക്ക് സ്ലീപ്പിംഗ്. ഇങ്ങനെ ഉറങ്ങുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.